അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ അൻആമിലെ ആദ്യത്തെ 34 വചനങ്ങളാണ് നമ്മൾ ഇതുവരെ ക്ലസ്റ്ററുകളിൽ ചർച്ച ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 35 മുതലുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كان كبر عليك إعراضهم فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآية ولو شاء الله لجمعهم على الهدى فلا تكونن من الجاهلين. ഈ ആയത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം പ്രത്യേകം എടുത്ത് പറയുന്നില്ല, കാരണം പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചതും കേട്ടതൊക്കെ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം പറയാം. മൊത്തത്തിലുള്ള അർത്ഥം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അറിയിക്കുകയാണ്. നബിയെ, അങ്ങേക്ക് ഈ സത്യനിഷേധികളുടെ അവഗണന അല്ലെങ്കിൽ ഒരു തിരിഞ്ഞുകളയൽ, ഇഅറാദ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുകളയൽ, ആ തിരിഞ്ഞുകളയൽ വലിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിലേ ഫൈനിസ്തത അൻ തബ്തഗിയ നഫഖൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു മാളം തേടിപ്പിടിക്കാൻ അങ്ങക്ക് സാധിക്കുമെങ്കിൽ, അതും അല്ലെങ്കിൽ സുല്ലമൻ ഫിസ്സമ, ആകാശത്തിൽ ഒരു കോണി സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഒരു ഏണി വെച്ചിട്ട് ആകാശത്തിൽ കയറാൻ പറ്റുമെങ്കിൽ, ഫതഅതിയഹും ബി ആയ, എന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദൃഷ്ടാന്തം അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ഇത് ഇത്രയും ആണ് അവിടെ ആയത്തിൽ പ്രതിപാദിക്കുന്നത് എങ്കിലും അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ശരിക്ക് അവിശ്വാസികളെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർ ധിക്കാരത്തിൽ തന്നെ ആയിരിക്കും കഴിച്ചു കൂട്ടുക. അതുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കന്നെ വേണമെന്നുള്ള ഒരു ദൃഢമായ അങ്ങനൊരു ഒരു നിശ്ചയം, അത് അങ്ങനെ ആയാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു താല്പര്യം അതുണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ്. നീ അവരെ വിശ്വസിപ്പിക്കുക തന്നെ വേണമെന്ന് വെക്കുന്ന പക്ഷം അതിന് തക്കതായ വല്ല പുതിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തേക്കുക. ഭൂമിയിൽ വല്ല മാളും തേടിപ്പിടിച്ച് അതിലൂടെ കീഴ്പോട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടോ, ആകാശത്തേക്ക് വല്ല കോണിയും കണ്ടെത്തി അതിലൂടെ മേപ്പെട്ട് കയറിയിട്ടോ എങ്ങനെ സാധിക്കുക വെച്ചാൽ അതൊക്കെ ചെയ്തു കൊള്ളുക എന്ന് പടച്ചോൻ പറയുകയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വികാരത്തെ കണ്ടുകൊണ്ട് പറയുന്ന കാര്യമാണ്. റസൂലേ, താങ്കൾ ഒരിക്കലും ഈ ശത്രുക്കൾ അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത് വലിയ സംഭവമായിട്ട് എടുക്കരുത്. കാരണം അവർക്ക് എന്ത് ആയത്ത് കൊടുത്തു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ധിക്കരിക്കാനേ ശ്രമിക്കുള്ളൂ. വലൗ ഷാ അല്ലാഹു ലജമഅഹും അലൽ ഹുദ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരൊക്കെ ഹിദായത്തിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ. അതുകൊണ്ട് ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, അങ്ങ് വിവരമില്ലാത്ത ആൾക്കാരിൽ പെട്ടുപോകരുത്, ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അമിതമായിട്ടുള്ള ഒരു അക്ഷമയുടെ വ്യസനത്തിൻ്റെ രൂപം എന്നൊക്കെ പറയണത് അത് ഒരു ജഹാലത്തായിട്ടാണ് പടച്ചോൻ എന്ത് ചെയ്യുന്നത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ നബിയുടെ ബാധ്യത എന്താ? ഖുർആൻ പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇല്ലാ നദീറുൻ വ ബഷീറുൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തങ്ങളായ, അല്ലെങ്കിൽ വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം മാത്രമാണ് റസൂലിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അപ്പോൾ അതാരെങ്കിലുമൊക്കെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മനസ്സ് വിഷമിക്കരുത് എന്ന് പറയുകയാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ട് ചെയ്യണത്. ഇനി അടുത്തത് 36-ാമത്തെ ആയത്ത് നോക്കൂ. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ വൽ മൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. തീർച്ചയായിട്ടും കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുള്ളൂ. ഇന്നമാ യസ്തജീബു, തീർച്ചയായും ഉത്തരം നൽകുന്നു. ആര്?
അല്ലദീന യസ്മഊൻ, ആരാ കേൾക്കുന്നത്, അവരാണ് ഉത്തരം നൽകുക. വൽ മൗത്താ, മരണപ്പെട്ടു പോയവർ, യബ്അസുഹുമുല്ലാഹ്, അവർ എന്ത് ചെയ്യാണ്, അവരെ എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുക. സുമ്മ ഇലൈഹി യുർജഊൻ, പിന്നീട് അവർ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയാണ് ചെയ്യുക എന്ന് കൂടി ഇവിടെ പ്രത്യേകം ഈ ആയത്തിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാർ മാത്രമേ ആ ക്ഷണം സ്വീകരിക്കാൻ മുന്നോട്ട് വരുള്ളൂ. അല്ലാത്ത ആൾക്കാർ മൃത്യു അടഞ്ഞ ആൾക്കാരാണ്. അപ്പം അങ്ങനെ മൃതി അടഞ്ഞ് കഴിഞ്ഞ ആൾക്കാരെ പുനരുദ്ധാന ദിവസം എഴുന്നേൽപ്പിച്ച് വിചാരണ നടത്തി നടപടി എടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മളൊരു ടെൻഷൻ്റെ അവസ്ഥയിലേക്ക് പോകേണ്ടതില്ല, നമ്മുടെ ബാധ്യത നിർവഹിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹു മൗത്താന്ന് ഇവിടെ പ്രയോഗിച്ചത് ഈ പറഞ്ഞ പോലെ ദുനിയാവിൽ ജീവിച്ചിട്ടും സത്യങ്ങളൊന്നും ഗ്രഹിക്കാൻ തയ്യാറാവാതെ അതിനോട് യറാള് കാണിച്ച, അവഗണന കാണിച്ച് ജീവിച്ച മനുഷ്യന്മാരെ കാര്യമാണ്. അതൊക്കെ നാളെ പരലോകത്ത് പഠിച്ചു നോക്കിക്കോളും എന്നുള്ളതാണ് ആയത്തിലൂടെ റസൂലിനെ ബോധ്യപ്പെടുത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 37-ാമത്തെ ആയത്ത് നോക്കൂ. വഖാലൂ ലൗലാ നുസ്സില അലൈഹി ആയത്തും മിർ റബ്ബിഹി ഖുൽ ഇന്നല്ലാഹ ഖാദിറുൻ അലാ അൻ യുനസ്സില ആയതൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. വഖാലു, അവർ പറയാണ്, എന്താ പറയണത്, ലൗലാ നുസ്സില അലൈഹി ആയത്തും മിർ റബ്ബിഹി, എന്താണ് ഇവൻ്റെ മേൽ തൻ്റെ റബ്ബിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തമൊന്നും ഇറക്കപ്പെടാത്തത്? ലൗലാ നുസ്സില, ഇറക്കപ്പെടുന്നില്ലാത്തത് എന്തുകൊണ്ടാണ്? അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ആയത്തുൻ മിർ റബ്ബിഹി, തൻ്റെ റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തമൊന്നും ഇറക്കപ്പെടാത്ത. കുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, ഇന്നല്ലാഹ ഖാദിറുൻ അലാ അൻ യുനസ്സില ആയത്തൻ, അള്ളാഹു ദൃഷ്ടാന്തങ്ങളൊക്കെ ഇറക്കുന്നതിന് കഴിവുറ്റവനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അവരിൽ അധികം ആൾക്കാരും അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ പലതും അവർക്ക് വന്നു ഭവിച്ചിട്ടുണ്ട്. എന്നാലും എന്താ പറയുക, അവർ അതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ളതാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ തുടക്ക ഭാഗത്തൊക്കെ സൂചിപ്പിച്ച അതേ ഫോർമാറ്റിൽ വരുന്ന ഒരായത്തായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനാകുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തം അവരെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് അവരെന്ത് പറയണത്, ലൗലാ നുസ്സില അലൈഹി ആയത്തും മിർ റബ്ബിഹി, റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തം എന്താണ് ഈ നബിയുടെ മേൽ, ഈ മുഹമ്മദിൻ്റെ മേൽ അള്ളാഹു അവതരിപ്പിക്കാത്തത് എന്ന് ഇവർ കാര്യങ്ങൾ പരിഹസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഖുർആനാകുന്ന വലിയ ദൃഷ്ടാന്തം അവരുടെ മുമ്പിലുണ്ട്. അതിനെ എതിർക്കാൻ വേണ്ടി ഒരു പകരം ആയിട്ടൊരു ആയത്ത് പോലും കൊണ്ടുവരാൻ കഴിയാതെയാണ്, ഒരധ്യായം പോലും കൊണ്ടുവരാൻ കഴിയാതെയാണ് അവർ അങ്ങേയറ്റം അവരുടെ പരാജയം സമ്മതിച്ചു കൊണ്ടാണ് ഈ കാര്യം പിന്നെയും അവരുടെ ദുർബുദ്ധി കൊണ്ടും ദുർവാശി കൊണ്ടും ഒക്കെ പുതിയ ദൃഷ്ടാന്തം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൂറ ഇസ്രായിലെ 90 മുതൽ 93 വരെയുള്ള ആയത്തുകളിലൊക്കെ പറയുന്നത് പോലെ ഉള്ള വിഷയങ്ങളാണ്. നമ്മളത് നേരത്തെ സൂചിപ്പിച്ചതാണ്. ആകാശത്തുനിന്ന് ഒരു സ്വർണം കൊണ്ടുള്ള ആകാശത്തുനിന്ന് ഒരു കഷ്ണം വീഴ്ത്തുകയോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാക്കുകയോ ആകാശത്തേക്ക് കയറിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്താലുള്ള ആ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ കണ്ടാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ടീം. അപ്പോൾ ഞാൻ അത് കണ്ടാലും അവർക്ക് വേറെ വേണ്ടി വരും. അത് നമ്മൾ അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ബാലിശമായ ഒരു മത്സരബുദ്ധിയും മർക്കടമുഷ്ടിയും ഒക്കെ കാരണമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ദൃഷ്ടാന്തങ്ങൾ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന ദൃഷ്ടാന്തത്തിന് തന്നെ അവർക്ക് നിഷേധിക്കാനേ അവസരം ഉണ്ടായിട്ടുള്ളൂ. അവരങ്ങനെ ചെയ്യുള്ളൂ. ഇനി പുതിയത് വന്നാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. എനിവേ 38-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ശൈഇ
ثم إلى ربهم يحشرون. ഭൂമിയിലെ ചലിക്കുന്ന ഏതൊരു ജന്തുവാണെങ്കിലും ശരി, രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയാണെങ്കിലും ശരി, നിങ്ങളെപ്പോലെയുള്ള ചില സമുദായങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ഗ്രന്ഥത്തിൽ യാതൊന്നും വീഴ്ച വരുത്തിയിട്ടില്ല പടച്ചോൻ. പിന്നീട് അവർ തങ്ങളുടെ റബ്ബിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഇവിടെയും വളരെ കനപ്പെട്ട ചില ചിന്തകളാണ് പടച്ചോൻ കൈമാറുന്നത്. വമാമിൻ ദാബത്തിൻ, ഒരു ജന്തുവില്ല, ഫിൽ അർളി, ഭൂമിയിൽ, വലാ ത്വായിർ, ഒരു പക്ഷിയുമില്ല, യതീറു ബിജനാഹി, രണ്ട് ചിറകൊണ്ട് പറക്കുന്നതായിട്ടുള്ള, ഇല്ല ഉമമുൻ, ചില സമുദായങ്ങളല്ലാതെ, അംസാലുക്കും, നിങ്ങളെപ്പോലെ, മാ ഫറത്തിന, നമ്മൾ വീഴ്ച വരുത്തിയിട്ടില്ല, ഫറത്ത അല്ലേ, മാ ഫറത്തിന എന്ന് പറഞ്ഞാൽ നാം വീഴ്ച വരുത്തിയിട്ടില്ല, ഫിൽ കിതാബ്, ഗ്രന്ഥത്തിൽ, മിൻഷെ, യാതൊന്നും, സുമ്മ ഇല റബ്ബിയും, പിന്നീട് തങ്ങളുടെ റബ്ബിങ്കലേക്കാണ് യുഹ്ഷറൂൻ, അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഭൂമിയിൽ ഓരോ ജീവിവർഗവും ഓരോ സമുദായമാണ്. ഓരോന്നിനും അതതിന് ആവശ്യവും അനുയോജ്യവുമായ എല്ലാ വ്യവസ്ഥകളും അല്ലാഹ് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്, മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടതൊക്കെ പടച്ചോൻ പ്രത്യേകം ചെയ്തു വെച്ചേക്കാണ് ഇവിടെ. ആ കൂട്ടത്തിലൊരു സമുദായമാണ് മനുഷ്യവർഗം. അവർക്ക് വേണ്ടതൊക്കെ അള്ളാഹ് ചെയ്തിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മൊത്തം മനുഷ്യന് വേണ്ടിയിട്ടുണ്ടാക്കിയ. അതോടൊപ്പം വിശേഷബുദ്ധി, വിവേചനശക്തി, ചിന്താശേഷി, ഇതൊക്കെ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. സന്മാർഗം സ്വീകരിക്കണം, ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയണം, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ മനുഷ്യ സമുദായത്തിന് നൽകാനുള്ള കാരണം ഈ വിശേഷബുദ്ധി അവനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതര സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ അവൻ്റെ നന്മക്കും വിജയത്തിനുമുള്ള ഉപാധികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇതര ജീവികളെപ്പോലെ മനുഷ്യർക്ക് ചിന്താശൂന്യരായി കഴിഞ്ഞുകൂടാൻ പറ്റൂല എന്നൊക്കെയാണ് ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പരാമർശിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്ത് പറയണത് എന്താണ്? നമ്മളൊരു ഈ ഗ്രന്ഥത്തിലൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല, ഒരു പോരായ്മ ഈ ഗ്രന്ഥത്തിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശം ഖുർആനായിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഇനി അതല്ല എങ്കിൽ ലൗഹുൽ മഹ്ഫൂദ് എന്ന അർത്ഥത്തിലും അതിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഖുർആനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും തെളിവുകളൊക്കെ വേണ്ടതുപോലെ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇനി അതല്ലെങ്കിലോ ലൗഹുൽ മഹ്ഫൂദ് ആണ് എന്ന അർത്ഥത്തിലാണെങ്കിലോ ഓരോ വസ്തുവിനും സമുദായത്തിനും വേണ്ടത് എന്തൊക്കെയാണ്, അവ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ജ്ഞാനരേഖയിൽ ചെയ്തു വച്ചിട്ടുണ്ട് എന്നും അർത്ഥം വരും. എന്തായാലും ആ കാര്യം രണ്ട് രൂപത്തിലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ മാത്രമല്ല, എല്ലാ ജാലങ്ങളും ജന്തുജാലങ്ങളൊക്കെ തന്നെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അവസാനത്തെ വാചകത്തിൽ നിന്ന് ആ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യുഹ്ഷറൂൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ഓരോന്നും ഓരോ സമുദായങ്ങളാണ്. അതിൽ മനുഷ്യൻ സമുദായം, അതിന് ആണ് പ്രത്യേകമായിട്ടുള്ള കൽപ്പനകൾ വിശേഷബുദ്ധിയെ മാനിച്ചുകൊണ്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കടപ്പാടുകൾ കൊടുത്തു തീർക്കപ്പെടേണ്ടവർക്ക് ഖിയാമത്ത് നാളിൽ നിങ്ങളത് കൊടുത്തു തീർക്കേണ്ടി വരും. എത്രത്തോളം നാൾ വെച്ച് കഴിഞ്ഞാൽ കൊമ്പില്ലാത്ത ആടിന് കൊമ്പുള്ള ആടിൽ നിന്ന് പ്രതികാര നടപടി എടുക്കപ്പെടുന്നതാണ് എന്നൊക്കെയുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഏതൊരു ജീവിയും ഏതൊരു പറവയും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കൂല. പിന്നീട് അവയിൽ ചിലതിൽ നിന്ന് തമ്മിൽ തന്നെ പ്രതികാര നടപടി എടുക്കപ്പെടുന്നതാണ്. അങ്ങനെ കൊമ്പില്ലാത്തതിന് കൊമ്പുള്ളതിൽ നിന്ന് കൂടി നടപടി എടുക്കപ്പെടും. പിന്നീട് അവയോട് മണ്ണായിക്കൊള്ളുക എന്ന് പറയപ്പെടും. അന്നേരം അവിശ്വാസികൾ പറയുന്നത്, ഞങ്ങൾ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തെളിവ് എന്ന നിലക്ക് ഈ ആയത്ത് മനസ്സിലാക്കാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വായിരി യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ സുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ. അപ്പോൾ ഇത് 3 ഭാഗങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒക്കെ സമുദായങ്ങളാണ്. അതിൽ എന്താ പറയുക, പ്രത്യേകമായിട്ട് എല്ലാത്തിനും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട്, അത് ലൗഹുൽ മഹ്ഫൂദോ അല്ലെങ്കിൽ ഖുർആനോ എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാം. ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെയുള്ള ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്താണ്.
39-ാമത്തെ ആയത്ത് നോക്കും. വല്ലദീന കദ്ദബൂ ബിആയാതിനാ സുമ്മുൻ ബുക്മുൻ ഫിൽ ളുലുമാതി മൻ യശഇല്ലാഹു യുദ്ലിൽഹു വമൻ യശഅൽ യജ്അൽഹു അലാ സിറാത്തിൻ മുസ്തഖീം. വല്ലദീന കദ്ദബൂ ബിആയാതിനാ, തങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച വ്യാജമാക്കിയവരായിട്ടുള്ള ആൾക്കാർ. സുമ്മുൻ ബുക്മുൻ ഫിൽ ളുലുമാതി, സുമ്മുൻ ബുക്മുൻ ഫിൽ ളുലുമാത്, അവരാരാണ്? ബധിരന്മാരും ഊമകളുമാണ്, അന്ധകാരങ്ങളിലാണവർ. മൻ യശഇല്ലാഹു യുദ്ലിൽഹു വമൻ യജ്അൽഹു അലാ സിറാത്തിൻ മുസ്തഖീം. അവിടെ 2 ഭാഗങ്ങൾ പറയാണ്. ഒന്ന്, അള്ളാഹു ആരെ വലാലത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നു, വഴിവയ്പ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, അവനെ വഴിവയ്പ്പിക്കുന്നു. ആരെയാണോ അള്ളാഹു നേർമാർഗത്തിലാക്കാൻ, നേരെ ചൊവ്വായ പാതയിൽ ആക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ആളെ എന്ത് ചെയ്യും? ആ ആളുകളെ, ആ ടീമിനെ അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യങ്ങൾ, തെളിവുകളൊക്കെ ശ്രദ്ധിക്കാതെ അതിൽ നിന്നൊന്നും കാര്യങ്ങൾ പഠിക്കാതിരിക്കുന്ന ആൾക്കാർ ഇരുട്ടിൽപ്പെട്ട ബധിരമൂഖന്മാരോട് ഉപമിച്ചിരിക്കുകയാണ് ഈ ആയത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ പടച്ചോൻ. സുമ്മും ബുക്കും ഫിൽ ളുലുമാത്, ഇരുട്ടിൽപ്പെട്ട ബുക്കുമാണ്, സുമ്മാണ് അവരെന്ന് പറയുകയാണ് ചെയ്യുന്നത്. സുമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബധിരന്മാർ, ബുക്കും എന്ന് പറഞ്ഞാൽ ഊമകൾ, മൂകർ എന്നൊക്കെ അർത്ഥം. അപ്പോൾ സത്യത്തിൻ്റെ സന്ദേശങ്ങൾ കണ്ടറിയാൻ, അത് കേട്ട് മനസ്സിലാക്കാൻ, അത് മറ്റുള്ള ആൾക്കാരോട് ചോദിച്ചറിയാൻ ഒന്നും അവർക്ക് കഴിയില്ല. അവരതിന് മുതിരൂല എന്നുള്ളതാണ്. അവർ അപകടത്തിലും പിഴവിലും പതിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചാണ് അള്ളാഹു അവരെ വഴിപേപ്പിക്കും എന്ന് പറഞ്ഞത്. അല്ലാതെ എന്താ പറയുക, നമ്മൾ സത്യമാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ റെഡിയാണെങ്കിലും അള്ളാഹ് നമ്മളെ സത്യമാർഗത്തിലാക്കൂല എന്നുള്ള അർത്ഥം, വ്യാഖ്യാനമൊന്നും കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ പറഞ്ഞ പോലെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ നേർമാർഗത്തിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ ദുർമാർഗത്തിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ അറിയാം നമ്മളെങ്ങനെ പോവാന്നുള്ളത്, ആ അർത്ഥത്തിൽ. അപ്പം നമ്മൾ നേർമാർഗത്തിലൂടെ മുന്നോട്ട് പോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള അവസരവും അതിനുള്ള സാധ്യതയും അതിൻ്റെ സെലക്ഷനുള്ള ചാൻസും പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് നമ്മൾ തെളിവുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നേർമാർഗം കണ്ടെത്താൻ, അത് പിൻപറ്റാനും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 26-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണ്? യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഈ ഖുർആൻ കൊണ്ട് വളരെയധികം ആൾക്കാരെ അള്ളാഹു വഴിപേപ്പിക്കും, അധികം ആൾക്കാരെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയും ചെയ്യും. പക്ഷേ അങ്ങേയറ്റം തോന്നിവാസികളായിട്ടുള്ള ആൾക്കാരല്ലാതെ അന്ന് വഴിപേപ്പിക്കൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കിട്ടിയിട്ട് അത് നമുക്ക് ഹിദായത്തിനുള്ള മാർഗമാക്കാൻ കഴിയണം. ഹുദല്ലിൽ മുത്തഖീൻ എന്നാണ് പടച്ചോൻ പ്രത്യേകം ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത്. തഖ്വ പാലിക്കുന്ന ആളുകൾക്കാണ് അതിൽ നിന്ന് ഹിദായത്ത് കിട്ടുക എന്നാണ്. അപ്പം അതുകൊണ്ട് ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇനി 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണ്? യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ. വിശ്വസിച്ചവരെ ഐഹിക ജീവിതത്തിലും പരലോക ജീവിതത്തിലും സ്ഥായിയായ വാക്കുകൊണ്ട് അള്ളാഹ് സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നന്നായി നമുക്ക് ഹിദായത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. ഇന്ന റബ്ബക ഹുവ അഅലമു മൈ യദില്ലു അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ എന്ന് 117-ാമത്തെ ആയത്തിൽ സൂറ അൻആമിൽ തന്നെ പടച്ചോൻ പറയുന്നുണ്ട്. തീർച്ചയായും നിൻ്റെ റബ്ബ് അവൻ്റെ മാർഗം വിട്ട് പേച്ചു പോകുന്നവരെ നല്ലോണം അറിയാം. അതായത് നേർമാർഗം പ്രാപിക്കുന്നവരെ പറ്റിയിട്ടും പടച്ചോൻ അറിയാം എന്നുള്ളതാണ്. അള്ളാഹു അറിയുന്നു. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് തന്നിട്ടാണ് പടച്ചോൻ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് 40-ാമത്തെ ആയത്ത്. ഖുൽ അറഅയ്തകും ഇൻ അതാകും
കുൽ അറഅയ്തകും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതത്കുമുസ് സാഅതു അഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ. കുൽ അറഅയ്തകും ഇൻ അതാകും, നബിയേ പറയുക, അറഅയ്തകും ഇൻ അതാകും അദാബുല്ലാഹ്, നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് അള്ളാൻ്റെ ശിക്ഷ വന്നെത്തുകയാണെങ്കിൽ, ഔ അതത്കുമുസ് സാഅത്തു, അതല്ലെങ്കിൽ അന്ത്യസമയം വന്നെത്തുകയാണെങ്കിൽ, അഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ, അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമോ? അള്ളാഹു അല്ലാത്തവരെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതിനൊരു മറുപടി തരണം എന്ന് പഠിച്ചവൻ പറയാണ്. നബിയോട് പറയാൻ കൽപ്പിക്കുന്ന കാര്യം എന്താ അവിടെ? നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിച്ചോ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ബഹുദൈവ വിശ്വാസികളായിരുന്നാൽ പോലും അങ്ങേയറ്റത്തെ ആപത്ത് നേരിടുമ്പോൾ തങ്ങളുടെ ദൈവങ്ങളൊക്കെ മറന്ന് അള്ളാനെ മാത്രം വിളിച്ച് രക്ഷയ്ക്ക് അപേക്ഷിക്കുകയേ ചെയ്യുള്ളൂ. വിഗ്രഹാരാധന്മാരുടെ മാത്രം സ്ഥിതിയല്ല ഇത്. മരണപ്പെട്ടു പോയ മഹാത്മാക്കളായിട്ടുള്ള മനുഷ്യന്മാരെയും ജീവിച്ചിരിക്കുന്ന ദൈവവാദികളായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ വിളിച്ച് ആരാധിക്കുന്ന ആൾക്കാരുടെ എന്ന് വേണ്ട എല്ലാ രൂപത്തിലുള്ള മുശ്രിക്കുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. അത്രയല്ല, നിരീശ്വരവാദികൾ പോലും അത്യാഹിതങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു പടച്ചവനെ വിളിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് ഇങ്ങനൊരു വേറൊരു സട്ടാവിനെ കുറിച്ചുള്ളൊരു ചിന്ത ഉടലെടുക്കുന്നത് സ്വാഭാവികമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യും. അന്ത്യസമയം വന്നെത്തുകയാണെങ്കിൽ, ഒരു ആപത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ സാധിക്കുങ്ങളാണെങ്കിൽ അതിന് മറുപടി പറയുന്നു പറയും. 41-ാമത്തെ ആയത്ത്, ബൽ ഇയ്യാഹു തദഊന ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻ ശാഅ വതൻസൗന മാ തുശ്രികൂൻ. അതല്ല, നിങ്ങൾ അവനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ബൽ, എന്നാൽ, പക്ഷേ, ഇയ്യാഹു തദഊൻ, നിങ്ങൾ അവനെ തന്നെ വിളിക്കുള്ളൂ. ഫയക്ഷിഫു മാ തദഊന ഇലൈഹി, ഫയക്ഷിഫു മാ തദഊന ഇലൈഹി, അപ്പോൾ അവൻ നീക്കിക്കളയും യാതൊരു കാര്യം. എന്ത്? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ യാതൊന്നിനെ അള്ളാഹു നീക്കിക്കളയുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഏതൊന്നിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതിനവൻ തുറവിയാക്കും. അവൻ ഉദ്ദേശിച്ചു എങ്കിൽ, ഇൻഷാ, അവൻ ഉദ്ദേശിച്ചു എങ്കിൽ. വതൻസൗന മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർക്കുന്നവയെ നിങ്ങൾ വിസ്മരിച്ച് കളയുകയും മറന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊന്നിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതിനെ അവൻ തുറവിയാക്കും അവൻ ഉദ്ദേശിച്ചാൽ. നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നവയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്യും. ഇതൊരു അവസാന ഘട്ടത്തിൽ ഒരു അവിശ്വാസിക്കും ഇനി വിശ്വാസമില്ലാത്തവനൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. യഥാർത്ഥ ദൈവമായ പടച്ചവനെ വിളിച്ച് നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഗതികെട്ട സാഹചര്യത്തിലുണ്ടാവും. മക്കാ മുശ്രിക്കുകളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഒരു കപ്പൽ കയറുമ്പോൾ അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പറയണത്. അപ്പോൾ അതിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒരു മുശ്രിക്കുകളായിട്ട് മാറും, അത് വേറെ കാര്യം. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും സട്ടാവും പരമാധികാരിയുമായിട്ടുള്ള ഒരു മഹാശക്തി ഉണ്ട് എന്നുള്ളൊരു അവബോധം, അതാണ് മനുഷ്യനിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ചില മഹാന്മാരൊക്കെ പ്രസ്താവിക്കുന്നത് പോലെ പ്രകൃതിവാദത്തിലും നിരീശ്വരവാദത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന മഹാരഥന്മാർക്ക് പോലും അവരുടെ വാദത്തിൽ പരിപൂർണമായ വിശ്വാസവും പതറാത്ത മനസാക്ഷിയും ഉണ്ടായിരിക്കൂല എന്നുള്ളതാണ് പരമമായിട്ടുള്ളൊരു സത്യം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലസ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.